ഞാൻ ഹരി. ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻ ബിൻ സ്റ്റോറീസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ രാമശ്ശേരി എന്ന് വേണ്ട ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. രാമശ്ശേരിയിൽ ഇഡ്ഡലിയാണ് സ്പെഷ്യാലിറ്റി. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ കുറച്ച് ദോശയും കുറച്ച് ഇഡ്ഡലിയും ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ഡിഷാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് രാമശ്ശേരി. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങളിവിടെ രാമശ്ശേരിയിലെത്തി. അപ്പോൾ രാമശ്ശേരി പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ റോഡ് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാട്ടോ. ഇപ്പോൾ ചെറിയ റോഡാണ്, പക്ഷെ അത്ര തിരക്കൊന്നുമില്ല. അതെ, ചെറിയ റോഡാണ്, അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു സരസ്വതി ടീ സ്റ്റാളിലേക്ക് വിളിച്ചു വെച്ചിരുന്നു. അതായത് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമോ, സമ്മതിക്കുമോ എന്നൊക്കെ. അതായത് വീഡിയോസൊക്കെ നമുക്ക് അകത്ത് അടുക്കളയിൽ കയറി എടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ അവർ ആദ്യം തന്നെ നമ്മൾ വിളിച്ച് പെർമിഷനൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണിയോട് കൂടി എത്തിക്കോളാൻ അവർ പറഞ്ഞു. 9 മണി 10 മണിയുടെ ഇടയിൽ എത്തിയ തിരക്കൊക്കെ കുറയും, ആ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലേഡിയാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരി, ഇങ്ങനെ മുറുക്കാനൊക്കെ ചവച്ചിങ്ങനെ നിൽക്കുന്ന അതെ, സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരി. അപ്പോൾ അവരുടെ കടയിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചൊന്ന് പറയാം. ഈ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കുറേ മുതലിയാർ എന്ന് പറഞ്ഞ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർ തമിഴ്നാട്ടിൽ കാഞ്ചീപുരം, തഞ്ചാവൂർ, തിരുപ്പൂർ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് കുറേ മുതലിയാസ് അവരുടെ നെയ്ത്ത് ബിസിനസ്സും പിന്നെ ഫാമിങ്ങിനൊക്കെ ആയിട്ട് പാലക്കാട് വന്ന് സെറ്റിൽ ചെയ്യാണ്. അത് 100-200 കൊല്ലം മുമ്പാട്ടോ, ഇപ്പോഴല്ല, 200 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഭാര്യമാർ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഈ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് ആ സമയത്തൊന്നും അത്ര പോപ്പുലർ ആയിരുന്നില്ല. പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ പാലക്കാട് നിന്ന് ചെന്നൈ, പാലക്കാട് നിന്ന് മധുരയൊക്കെ ട്രെയിൻ സർവീസ് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു ആ ഇഡ്ഡലിയൊക്കെ ഒരു 1 വീക്കൊക്കെ അത് ലാസ്റ്റ് ചെയ്യുമായിരുന്നു. അതെ, ഇപ്പോഴും അത് ലാസ്റ്റ് ചെയ്യും, ഒരാഴ്ചയൊക്കെ ഇരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇഡ്ഡലികൾ ഈ രാമശ്ശേരി വിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ആൾക്കാർ ഇത് കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോഴും ഇവിടുന്ന് ആൾക്കാർ വാങ്ങി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ട്. കാരണം ഇത് ഒരാഴ്ചയോളം ഇരിക്കുന്നതാണ് അവർ പറയണത്. അതെ, അമ്മൂമ്മ ഭയങ്കര കൺസേൺഡ് ആയിട്ട് അവളുടെ ഷോള് ചെടിയിൽ അഴിയണമെന്ന് പറഞ്ഞു. കേട്ടോ. അപ്പോൾ ആൾക്കാരെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? എത്ര നല്ല ആൾക്കാരെ ഇവിടെ ഉള്ളത്. ശരിക്കും നാട്ടിൻ പ്രദേശം. അപ്പം നമ്മളെവിടെ പറഞ്ഞിടത്തെ അപ്പോൾ അങ്ങനെ രാമശ്ശേരി വിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വരെ രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന ഇതുണ്ട്. ഇവർ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അങ്ങനെയാണ് ഞാൻ വായിച്ചത്. അപ്പോൾ എന്നാൽ നമുക്ക് കടയിൽ കയറി ഒന്ന് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ചേട്ടാ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ 2-3 ഉണ്ടാക്കുള്ളൂ? ഒരു പ്രാവശ്യം 3. അപ്പോൾ ഈ വലിയ ഓർഡറൊക്കെ വരുമ്പോൾ കുറേ ഉണ്ടാക്കണ്ടേ? പല പല പ്രാവശ്യമായിട്ട്? സമയമുണ്ട്, അതൊക്കെ സമയമാണ്. പിന്നെ അരമണിക്കൂറാകും. അരമണിക്കൂറാവും അല്ലേ? അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എത്ര നേരം എടുക്കും അത് വേവാൻ? ഇത് വേണം ഒരു 1/4 മണിക്കൂർ. ഇത് ഇങ്ങനെ തന്നെ അപ്പോൾ എടുക്കുന്നില്ല, അതുപോലെ എടുക്കും. അതാ അത് കണക്ക്. ശരി. അപ്പോൾ സാധാരണ അടുപ്പിലാണ് ഉണ്ടാക്കണം അല്ലേ? അത് അടക്കി സാധനം ഇതിപ്പോൾ ഇതിലുണ്ടാക്കി. ഇഡ്ഡലിയും ദോശയും പോലെ ഇരിക്കുന്നു. അതിൻ്റെ ഉണ്ടാക്കുന്ന രീതി വേറെയാണ്. ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ? ലക്ഷ്മി ഇപ്പോൾ 2 ഇഡ്ഡലിയാണ് പറഞ്ഞേക്കുന്നത്. ഇനി 100% ഷുവറാണ് ഇനി 2 ഇഡ്ഡലി വേണമെന്ന് പറയുന്നത്. കാരണം ഉള്ളിച്ചമ്മന്തിയും ഇഡ്ഡലിയും ചട്നിയും ഒക്കെ കൂടി ഭയങ്കര ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അവിടെ കിട്ടുന്ന ഒരു ഇഡ്ഡലിയുടെ ടേസ്റ്റ് അല്ല, ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഒരു പൊടി തന്നിട്ടുണ്ട്, അതും ഒരു നല്ല വേറൊരു ടേസ്റ്റാണ്. എല്ലാം കൂടി നല്ല രസമുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അവർ ആദ്യം വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അതിൽ ഈ ചട്ടിയുടെ ഫ്രെയിമിൻ്റെ മുകളിൽ നെറ്റ് പോലെ നൂല് കെട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു തിൻ ലെയർ ഒരു ക്ലോത്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ മാവ് ഒഴിക്കുന്നത്. അപ്പോൾ അതൊരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ളൊരു മാവാണ്. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കും. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് കുക്കാവുമെന്നാണ് അവർ പറയണേ. അപ്പോൾ ഒരു വട്ടം തന്നെ ഇങ്ങനത്തെ 3 പാത്രങ്ങൾ അവിടെ ആവുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു 3-4 തട്ട് പോലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഇതെടുത്ത് ആ തുണി അതിന്ന് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടപ്പോൾ ഇഡ്ഡലി റെഡി. നോർമലി ഇവർ ഈ കുക്ക് ചെയ്യുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ ഇവരുപയോഗിക്കുന്നത് പുളിമരത്തിൻ്റെ വിറകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പുക കുറവായിരിക്കും, കൂടുതൽ ചൂടുണ്ടാവും, അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പുളിമരത്തിൻ്റെ ടമരൻറ്റിൻ്റെ മരത്തിൻ്റെ വിറകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ കയറിയപ്പോൾ നോർമലി വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ആൾ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കണ്ട ചേട്ടനാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആൾ ഞങ്ങൾക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു. പക്ഷേ ആളുടെ സൗണ്ട് ഭയങ്കര കുറവായിരുന്നു. പിന്നെ പറയുന്നത് ഫുള്ളായിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഉണ്ടാക്കുന്ന രീതി മാത്രമല്ല, ഈ മാവിനും എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഫെർമെൻറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അരിയും ഉഴുന്നും കൂടി വെച്ചിട്ട് അത് ഫെർമെൻറ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ് ഇതിന്. നമ്മുടെ സാധാരണ ഇഡ്ഡലിക്ക് ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് ഫെർമെൻറ്റ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടി രാമശ്ശേരി ഇഡ്ഡലിക്ക് ഉണ്ട്. പഠിക്കുകയാണ് രാമശ്ശേരി ഇഡ്ഡലി. ഇലയൊന്നും വെക്കില്ലോ ഇഡ്ഡലി ചൂടുമ്പോൾ. വരൻ്റെ മേലെ തുണി വിരിക്കും. തുണി വിരിച്ചിട്ട് അതിന് പാകത്തിൽ കയ്യിലുണ്ടാക്കിയ കരണ്ട് അതിൻ്റെ ഒരു കരണ്ട് എടുത്ത് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഈ മാവിൽ വ്യത്യാസം ഉണ്ടോ സാധാ ഇഡ്ഡലിയുടെ മാവിൽ വ്യത്യാസം പറഞ്ഞാൽ അവർ പൊന്നിയരിയ ഇടുക, ഇഡ്ഡലി പൊന്നിയരി അതാണ് ഇടുക. പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ പുട്ടിൻ്റെ തട്ടില്ലേ, പുട്ടിൻ്റെ നമ്മൾ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ തട്ട് 4 ഉണ്ടാകും. അതിങ്ങനെ ഈ ടിപ്പം ബോൾസ് പോലെ വലിയ ഇങ്ങനെ അടുക്കാണ്. അത് നമ്മൾ അതിൻ്റെ പാകത്തിന് തുണി റൗണ്ടായി ചൂണ്ടിയിട്ട് അതിൽ വെച്ചിട്ട് പൊന്നിയരിയിൽ പിന്നെ 1.5 കിലോ അരി വാങ്ങിയിട്ട് ഉഴുന്ന് 1/4 വാങ്ങിയിട്ടിട്ട് നന്നായി അരയണം. അരഞ്ഞിട്ട് തുണി വെച്ച്
അതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ വീട്ടിൽ ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഓട് നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ ഓരോ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കും കഴിക്കാനൊക്കെ. ശരി, നിങ്ങൾ തൃശ്ശൂർ. ശരി, ആ ഞാൻ പറഞ്ഞില്ലേ നല്ല ആൾക്കാരാണ്. കണ്ട, ഞങ്ങൾ വെറുതെ വഴിയിൽ സംസാരിച്ച് നടന്നു പോകുമ്പോൾ ആ ചേച്ചി അവിടെ എതിരെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളെ നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇവിടുത്തെ ലോക്കൽസ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുമാതിരി സെറ്റപ്പ് ഒന്നും വേണ്ട. ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ആ രീതിയിൽ വട്ടത്തിൽ തുണി മുറിച്ച് അതിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അല്ലാണ്ടും ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ടെന്നോ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് സരസ്വതി ടീ സ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ പോയ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഒഴിവാക്കാനാണ് ഈ വഴിയിലേക്ക് കയറി നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ടത്. അപ്പോൾ ഇതല്ലാതെ ഈ മെയിൻ റോട്ടിൽ ഒരു 3-4 ഫാമിലീസും കൂടി ഉണ്ട്. അപ്പോൾ അന്ന് പണ്ട് വന്ന ഈ മുതലിയാർ ഫാമിലീസിൽ ഒരു 5 ഫാമിലീസ് ഇപ്പോഴും ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ഇപ്പോഴും ഈ രാമശ്ശേരി ഇഡ്ഡലി നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടക്കാം. ഈ കാണുന്നതാണ് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ 4 ഫാമിലീസിൻ്റെ വീടും അവരുടെ ഷോപ്പും ഒക്കെ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് അവരിതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ആ അമ്മയുടെ കട അത് അവിടെയാണ്. ഒരു പൊതി വീട്ടിലേക്കും വാങ്ങി. ഞങ്ങളുടെ അമ്മ അവിടെ ഉണ്ട്, അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു പൊതി വീട്ടിലേക്കും വാങ്ങി. ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ രാമശ്ശേരി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ കുടിൽ വ്യവസായം പോലെ ചെറിയ ചെറിയ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ 4 ഫാമിലീസ് ഉണ്ട് ഇവിടെ. അവരാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ഷോപ്പിൻ്റെയും അല്ലെങ്കിൽ ഈ വീടുകളുടെയൊക്കെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആൾക്കാർ എത്ര ഡൗൺ ടു എർത്താണ്. ഒരാൾ പോലും ഇത്ര നേരമായിട്ട് നമ്മളങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇതുവരെ. എല്ലാവരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ ഇവിടെ എത്രയോ ആൾക്കാർ ഒരു ദിവസം വരുന്നു. അപ്പോൾ അവർക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എത്ര ഭയങ്കര നല്ല ആൾക്കാരാണ്. അപ്പോൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ രാവിലെ ഇത്തിരി നേരത്തെ എന്നിട്ട് കഴിഞ്ഞാൽ രാവിലെ വരണം കേട്ടോ. രാവിലെ വന്നാലേ ഇവിടെ ഇഡ്ഡലി ഉണ്ടാവുള്ളൂ. വൈകുന്നേരമൊക്കെ ഇഡ്ഡലി ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ നിങ്ങൾ കാറെടുത്തിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ വരികയാണെങ്കിൽ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ, ഒരു ബസ് റൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇറങ്ങാം, രാമശ്ശേരി ഇറങ്ങാം. അപ്പോൾ ഈസിലി ആക്സസിബിൾ ആണ് വരാൻ. അപ്പോൾ ഒരു ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളെ കുട്ടികളെയൊക്കെ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസായിട്ടോ എങ്ങനെ വേണമെങ്കിൽ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രണ്ട്സായിട്ട് വരാം, വന്ന് ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിക്കുമ്പോൾ ചായയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കിട്ടു ചായ കിട്ടും. പിന്നെ ഇതല്ലാതെ വട കിട്ടും, ഉള്ളിപ്പൊക്കുവട ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര ഫ്രഷ് ആണ്. അതെ, ഉള്ളിപ്പൊക്കുവട കിടുമായിരുന്നു കേട്ടോ. അതിങ്ങനെ ആവി പറക്കണം ഉള്ളിപ്പൊക്കുവട തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വരാം. അപ്പോൾ രാമശ്ശേരി വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ അണ്ടിൽ ദെൻ ബൈ, ടാറ്റാ.